സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ നിന്ന് സുധാകരൻ കണ്ണൂരിലെത്തി. റിജിൽ വാക്കുറ്റിയുടെയും മുഹമ്മദ് ഷമാസിന്റെയും നേതൃത്വത്തിൽ 50ഓളം വരുന്ന അനുയായികൾ സുധാകരനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. പ്രവർത്തകരുടെ അകമ്പടിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് സുധാകരൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. ഡൽഹിയിൽ നിന്ന് റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം കെ സുധാകരന് സീറ്റ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് കെ സുധാകരൻ പോകുമോ എന്നൊരാശങ്ക നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നാലും സ്വതന്ത്രനടക്കം മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് കടുത്ത നീക്കങ്ങൾ എന്തെങ്കിലും ഇന്നത്തേക്ക് ഉണ്ടാകുമോ എന്നൊരാശങ്ക കൂടെ കോൺഗ്രസിനുണ്ട്. അപ്പോൾ ഇനി പ്രചാരണത്തിൽ സജീവമാകുമോ, അതോ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു മാറി നിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഒരു സസ്പെൻസ് ഉള്ളത്. ജിൽസി, കഴിഞ്ഞ ദിവസം കെ സുധാകരൻ സീറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ നിന്നും മടങ്ങിയപ്പോൾ നമ്മോട് പ്രതികരിക്കുന്നത് നിലവിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രചാരണങ്ങളിലും സജീവമായി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി കേരളത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. കേരളത്തിൽ എത്തിയപ്പോൾ തന്നെയും കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആരാഞ്ഞെങ്കിൽ പോലും ഒന്നും തന്നെ പ്രതികരിക്കാതെയാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത്. ഇനിയും കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണത്തിൽ എങ്ങനെ സജീവമാകുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചിരുന്നത് തനിക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുമായി പ്രശ്നമില്ല, പാർട്ടിക്ക് വിധേയമായി തന്നെ താൻ നിലനിൽക്കും എന്നുള്ളതാണ്. പാർട്ടി പറയുകയാണെങ്കിൽ മാത്രമേ താൻ മത്സരിക്കൂ എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രചാരണ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുമോ എന്നതടക്കമുള്ള ഒരു ആശങ്ക ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ വലക്കുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ആശങ്കയും അത് കേരളത്തിലടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂരിൽ രണ്ട് വിഭാഗമായി കൊണ്ട് തന്നെ കെ സുധാകരനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഹൈക്കമാൻഡ് ഏറെ പ്രധാനപ്പെട്ട നിരീക്ഷിച്ചു വരുന്നത് കെ സുധാകരന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രചാരണത്തിന് ഇറങ്ങണമെന്നുള്ള നിർദ്ദേശം തന്നെയായിരിക്കും ഹൈക്കമാൻഡ് പ്രധാനമായും കെ സുധാകരന് നൽകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഇനിയും ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ നിന്നും നേതാക്കളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകാനുള്ള ഒരു സാധ്യതയെ നമ്മൾ മുന്നിൽ കാണുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ സുധാകരൻ തനിക്ക് സീറ്റ് വേണമെന്നുള്ളൊരു സമ്മർദ്ദം പാർട്ടിക്ക് മുമ്പിൽ ചെലുത്തുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും വലിയ ചർച്ചകൾ തന്നെയാണ് ഡൽഹിയിൽ നിന്നിരുന്നത്. രാവും പകലും എന്നോണം കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഹൈക്കമാൻഡുമായും കൂടിക്കാഴ്ച നടത്തുകയും ഒരു അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ്, അതായത് ഈ പ്രഖ്യാപനം നടത്താൻ മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു കൊടിയ സമ്മർദ്ദം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് കെ സുധാകരൻ വെക്കുകയും ചെയ്തിട്ടുണ്ട്. കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങിയില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ നയപരമായിട്ടുള്ളൊരു തീരുമാനം തങ്ങൾ MP-മാരെയൊക്കെ തന്നെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കെ സുധാകരന്റെ പിറകിൽ ചില ആളുകൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്ക് കെ സുധാകരൻ കടന്നത് എന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനിയും കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണത്തിന് എങ്ങനെയായിരിക്കും കെ സുധാകരൻ എത്തുക, അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് സജീവമായി നിലനിൽക്കുമോ, മറ്റും അസുഖ കാരണങ്ങൾ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമോ എന്നുള്ളൊരു ആശങ്ക ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു വരികയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഹൈക്കമാൻഡിന്റെയും കേരളത്തിന്റെയും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ജിൽസി.